ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് വളരെ ഈസിയും അതേപോലെ തന്നെ സോഫ്റ്റും ആയിട്ടുള്ള ഒരു വട്ടയപ്പാണ്. ഞാനിത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. മോന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ മോന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കപ്പി കാച്ചിയിട്ടൊക്കെയാണ് റെഡിയാക്കുന്നത്. ഇതിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് അരച്ചെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ സോഫ്റ്റ്നെസ്സിനോ ടേസ്റ്റിനോ ഒന്നും യാതൊരു കുറവുമില്ല. നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഈസി ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് 1/4 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ സ്ഥാനത്ത് നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ചേർത്താൽ മതിയാവും. 1 കപ്പ് അരി 4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. അതുകൂടാതെ 1/4 കപ്പ് തേങ്ങ. ഞാൻ ഈ തേങ്ങ എടുത്തിരിക്കുന്ന സെയിം പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അരി അളന്നെടുത്തത്. നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ അടിയിലുള്ള പോർഷൻ എടുക്കണ്ട, നല്ല പോർഷൻ മാത്രമേ എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വട്ടയപ്പത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ ഒരു വാളൻ ചോറ്, 2 ടേബിൾ സ്പൂണോളം ചോറുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 3 ഏലക്ക കുരു മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് വട്ടയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. നമുക്കിനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ ആദ്യം പഞ്ചസാരയും അതേപോലെ ചോറും ഏലക്കയും കൂടിയാണ് അരച്ചെടുക്കുന്നത്. കാരണം ഈ പഞ്ചസാരയും ചോറും കൂടി അരച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ടാവും. നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അപ്പം വെള്ളം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വട്ടയപ്പം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്, നോക്കിയിട്ട് കുറേശ്ശെ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ അതുമല്ല, നമ്മളിവിടെ ഈസ്റ്റിന് കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ ആ വെള്ളവും കൂടി ചേരാനുള്ളതാണ്. അതും കൂടി മനസ്സിൽ കണ്ടിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാറ് തന്നെയാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പഞ്ചസാരയും ചോറും ഏലക്കയും കൂടി അങ്ങ് അരച്ചെടുക്കാം ഫസ്റ്റ്. ഈ വട്ടയപ്പത്തിൻ്റെ മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം മധുരത്തിലുള്ള വട്ടയപ്പാട്ടോ ഞാൻ റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് അരി കുറേശ്ശെ ഇട്ട്, അരിയും അതേപോലെ തേങ്ങയും കൂടി കുറേശ്ശെ ഇട്ടാണ് നമ്മൾ അരച്ചു കൊടുക്കുന്നത്. ഇത്ര അരിയെ ഞാൻ ഇടുന്നുള്ളൂ, ബാക്കിത്തെ ഞാനങ്ങ് മാറ്റി വയ്ക്കുക കേട്ടോ. അവിടെ ഞാൻ ഇതിൻ്റെ അകത്ത് തേങ്ങയെന്നും പകുതി തേങ്ങ എടുക്കുന്നുണ്ട്. മതിയാവും. ഇത്ര ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിത്തെ അരയ്ക്കാം. അപ്പം ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാടല്ല, ഒരു സ്വല്പം മാത്രം. ഓക്കെ, ആദ്യം അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. വെള്ളം ആദ്യം തന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇനി അത് റെഡിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഇനി അരച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നല്ല പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നോക്കി അറിയാം ആവശ്യത്തിനൊരു വെള്ളമുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ അങ്ങ് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അതുമല്ല, ഞാൻ ഈ അരിയിൽ കുതിർത്തി വെച്ചിരിക്കുന്ന അരിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു മയം ഉണ്ട്. അപ്പം അതും കൂടി ആകുമ്പോൾ അരി അങ്ങ് കുറച്ച് അരഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ട്. നമ്മൾ കുതിർത്തി അരിയാണല്ലോ. ഞാൻ ആദ്യം അങ്ങ് അരയ്ക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള തേങ്ങയും കൂടി ചേർത്ത് അങ്ങ് അരച്ചെടുക്കും. ലാസ്റ്റായിട്ട് തേങ്ങയാണ് ഞാൻ അരയ്ക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, വെള്ളം ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, അരച്ചെടുക്കാം. അപ്പം നമ്മൾ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടോ അല്ലെങ്കിൽ മധുരം കുറവുണ്ടോ ഒക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കുക. അപ്പം ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന സാധനങ്ങളാകുമ്പോൾ പുഴുങ്ങി കഴിയുമ്പോൾ മധുരം കുറച്ചങ്ങ് കുറയും. അപ്പം അതനുസരിച്ച് മധുരം വേണമെങ്കിൽ കുറച്ച് കൂട്ടി ചേർത്താൽ മതി. ഇപ്പം ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം ഈസ്റ്റ് വെച്ചായിരുന്നല്ലോ, ആ ഈസ്റ്റും കൂടി ഒന്ന് ചേർക്കുവാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അധികം അടിക്കാൻ പാടില്ല. ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശമാവിൻ്റെ കറക്റ്റ് പാകത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു 8 മണിക്കൂർ ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല പോലെ പുളിച്ചിട്ടുണ്ട്, നോക്കി അറിയാം. ഇപ്പോൾ കുറച്ചങ്ങോട്ട് താന്നു പോയിട്ടുണ്ട്. കണ്ടോ, സൈഡ് നോക്കി അറിയാം. ഞാനത് ഇളക്കുവാണ് കേട്ടോ. കണ്ടോ, നോക്കി അറിയാം, നല്ല പോലെ പുളിച്ചിട്ടുണ്ട്. പ്ലേറ്റിലാണ് അപ്പം റെഡിയാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഇതിൻ്റെ അകത്ത് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്നാലാണ് നമുക്ക് അപ്പം റെഡിയാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വിടിയിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് തിക്നെസ്സിലുണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു പ്ലേറ്റിൻ്റെ ഒരു ഹാഫാണ് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മൾ എപ്പോഴും കുറച്ച് സ്പേസ് വരണം, കാരണം അപ്പം കുറച്ച് പൊന്തി വരുമല്ലോ വെന്ത് കഴിയുമ്പോൾ. ഇപ്പം ഞാനിത് ശരിക്കും ഇളക്കിയതാണ്. ഇനി ഞാനിതും കൂടെ ഒഴിക്കുവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് റൈസിൻസ് കാഷ്നട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ വെച്ച് കൊടുക്കരുത്. നമ്മൾ ആവിയിൽ വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വെച്ചാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പത്തിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായ ശേഷം മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇതങ്ങ് താഴത്തേക്ക് താഴ്ന്നു പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ സ്റ്റീമറിൽ ആവശ്യത്തിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇത് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ റൈസിൻസും കാഷ്നട്ട്സും ഒക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം മേളിൽ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അപ്പം റെഡിയായോ നമുക്കൊന്ന് നോക്കാം. നല്ല പോലെ ആയിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുവാണ്. അപ്പോൾ കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നമ്മുടെ വട്ടയപ്പം ഇവിടെ വെന്തിട്ടുണ്ട് ശരിക്കും. ഇനി നമ്മളിത് ശരിക്കും ചൂടാറിയ ശേഷം മാത്രമാണ് വെടിയിച്ചെടുക്കാവുള്ളൂ. ഞാനിനി തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ മൂടി വെക്കുന്നില്ല. മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പാത്രത്തിൻ്റെ അടുപ്പിലുള്ള ആവിയൊക്കെ അതിനകത്തേക്ക് ചാടിയൊരു വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ നല്ല പോലെ ചൂടാവട്ടെ. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് സൈഡിൽ നിന്നൊക്കെ അങ്ങ് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വട്ടയപ്പം നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇത് സൈഡ് തന്നെ നോക്കിയാൽ നല്ലപോലെ വിട്ടിട്ടുണ്ട്. നമുക്കിത് പയ്യെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. പടിയിലൊന്നും ഒട്ടും പോവാതെ വിടിയിച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ കൂളായ ശേഷം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. നിങ്ങൾ ചൂടാറണേന് മുമ്പ് പോയി എടുക്കാൻ നോക്കരുത്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യുകയും കൂടി ചെയ്യാം. നിങ്ങൾക്ക് കറക്റ്റ് ആ സോഫ്റ്റ്നെസ് മനസ്സിലാവും.
കണ്ടോ, നല്ല സോഫ്റ്റ് വട്ടയപ്പാണ്. നല്ല അറകൾ വന്നേക്കുന്നുണ്ടോ, നല്ല പിടിച്ചു നോക്കിയാറേ, നല്ല സോഫ്റ്റാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ എനിക്കൊരു കുഞ്ഞു വട്ടയപ്പം കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അളവിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ വട്ടയപ്പായിട്ട് റെഡിയാക്കാം. കുറച്ച് തിക്നെസ് കൂട്ടിയാൽ മതി, ഞാൻ അധികം തിക്നെസ് കൂട്ടിയില്ല. ഞാൻ മോന് വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞതായിട്ട് ഉണ്ടാക്കിയതാണ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ റെഡിയാക്കിയ സോഫ്റ്റ് ആൻഡ് ഈസി വട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നല്ല വട്ടയപ്പം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ നല്ല പോലെ അറകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ വട്ടയപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കണം. നമുക്ക് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാവിലെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ രാത്രി ഒന്ന് അരച്ച് വെച്ചാൽ മതി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് റെഡി ആയിക്കോളും. അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് മധുരം കുറച്ച് റെഡിയാക്കിയാൽ മതി. അപ്പം അല്ലാതെ തന്നെ കഴിക്കാനും തന്നെ വളരെ ടേസ്റ്റിയാണിത്. ഞാൻ പറഞ്ഞ ഒരു മെഷർമെൻറ്റിൽ റെഡിയാക്കി നോക്കിയാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം കിട്ടും. എല്ലാവരും റെഡിയാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഈസ് ബിൽഡ് സൈനിങ് ഓഫ്. ബൈ.